നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ മാസം നവംബറിൽ 3600 രൂപ ലഭിക്കുന്നതാണ്. വർദ്ധിപ്പിച്ച 600 രൂപയും കൂടി 2000 രൂപ പെൻഷനും കഴിഞ്ഞ വർഷങ്ങളിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന 1600 രൂപയും കൂടി 3600 രൂപ അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു മാസം പെൻഷൻ ലഭിക്കണമെങ്കിലും തുടർന്നും നിങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ ലഭിക്കണമെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പുകൾ, അന്നുള്ള അറിയിപ്പുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയിപ്പുകളും സബ്സ്ക്രൈബേഴ്സിനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, പെൻഷൻ കഴിഞ്ഞ മാസം 1600 രൂപ ലഭിക്കുന്ന ആളുകൾക്ക് 400 രൂപ കൂട്ടി 2000 രൂപയാക്കിയിരുന്നു. വർധനവ് ഈ മാസം തന്നെ പ്രാബല്യത്തിൽ വന്നു. ഈ മാസം 15-ാം തീയതിക്ക് ശേഷം 2000 രൂപ പെൻഷൻ ലഭിക്കും. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന 1600 രൂപയും കൂടി 3600 രൂപ അവർക്ക് ലഭിക്കുന്നതാണ്. അതോടുകൂടി തന്നെ പെൻഷൻ കുടിശ്ശികയെല്ലാം തീർന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ 8-9 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഓരോ മാസത്തെ പെൻഷൻ്റെ ഒപ്പം കൊടുത്തു തീർത്ത് ഇനി അങ്ങോട്ട് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഈ മാസം കൂടി ലഭിക്കുന്നതോടുകൂടി തന്നെ ഇനിയെല്ലാം കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കാം. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിൽക്കലെത്തിയിരിക്കുകയാണ്. അടുത്ത മാസമായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക. അതിനുമുമ്പ് തന്നെ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടാനും സർക്കാർ ആദ്യം തന്നെ ആലോചിച്ചിരുന്നത്. അതിപ്പോൾ പ്രാബല്യത്തിലായിരിക്കുകയാണ്. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്ക് പെൻഷൻ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ലഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ സത്യമൂലം നൽകണം. അത് ഈ ഒരു മാസമായിരിക്കും നൽകേണ്ടത്. എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യവാങ്മൂലമായിരിക്കും അത്. അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം നിങ്ങളുടെ ഇപ്പോഴത്തെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോമിൽ നിങ്ങളുടെ പെൻഷൻ ID-യും ആധാർ നമ്പറും മറ്റു കാര്യങ്ങളും എഴുതി, മരണപ്പെട്ട ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സൈൻ ചെയ്ത് തരും. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുകൂടി സാക്ഷ്യപ്പെടുത്തിയ ഇക്കാര്യങ്ങൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം അടിയിൽ കമൻറ്റ് വന്നിരുന്നു, മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 8-ാം തീയതി 9-ാം തീയതി വരെ മസ്റ്ററിംഗ് പോർട്ടൽ ഓപ്പൺ ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. എന്നാൽ കഴിഞ്ഞ മാസവും അതിന് മാസവും പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് 2 മാസത്തെ പെൻഷൻ ലഭിക്കുകയില്ല. സർക്കാർ പറയുന്ന കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് മുടക്കമില്ലാതെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ പെൻഷൻ ഇപ്പോൾ അപേക്ഷിക്കാം. വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ പെൻഷനുകൾക്കെല്ലാം ഇപ്പോൾ 2000 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. അവർക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കെ-സ്മാർട്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ചെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷ പൂർത്തിയാക്കാം. അതിനുശേഷം ഒരു അന്വേഷണം കൂടി ഉണ്ടായിരിക്കും. അന്വേഷണത്തിൽ കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷനും മറ്റു ആനുകൂല്യം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർ ഇത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.